വയനാട് ലൈൻ. ഇവിടെ റൂട്ടുണ്ടോ സുശേ? ചുമ്മാ കയറി പോവല്ലേ? ഓ തേഞ്ഞ് ചെറിയ മുടുക്കാണ്. ഇവിടെ വഴി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയ കാര്യത്തിൽ സൂക്ഷിച്ച് കയറി പോവുകയാണ്. ബാക്ക് ഉരുട്ടേണ്ടി വരും. റിവേഴ്സ് ഗിയർ പോലും ഇല്ല. ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും? വണ്ടി പോവും താഴോട്ട്? ഇല്ല ഇല്ലേ? ആഹാ, ഇങ്ങോട്ട് മാപ്പ് കാണിച്ച് ഇങ്ങോട്ട് കയറിയത്. വ്ളോഗറോ യൂട്യൂബറാണ്. ഓക്കെ, അപ്പം പോയിട്ട് ബൈ, സീ യു എല്ലാവർക്കും. അതെ, അപ്പോൾ ഐശ്വര്യമായിട്ട് വീട്ടിൽ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, റെയിൻകോട്ട്, കുടിക്കാനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ട് വേറെ ഒരു വിഷയമില്ല. 2 പട്ടി നിൽക്കുന്ന കലിപ്പാണ്. ഓക്കെ അതൊക്കെ വിട്. അപ്പോൾ ജീവിതത്തിൽ കട്ടയ്ക്ക് മോട്ടിവേഷൻ ഫോക്കസ് മാത്രം പോലെ കട്ടയ്ക്ക് വാശിയും വേണം. ആ വാശി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിരിക്കണം. ചുമ്മാ ഒരു വാശി കാണിക്കാൻ പാടില്ല ആരുടെങ്കിലും. അതായത് ഏതെങ്കിലും സിറ്റുവേഷനിൽ നമ്മളെ നാണം കെടുത്തുകയും മാനം കെടുത്തുകയും ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ മുമ്പിൽ നമ്മൾ ജീവിച്ച് കാണിക്കുന്ന വാശി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഗോൾ നല്ലപോലെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും, നല്ല ഫോക്കസ് ഉണ്ടെങ്കിൽ. എന്നാലും കുറച്ച് വാശി വേണം. അപ്പോൾ ആ വാശി, ആ വേദന ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ദിവസം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ ഓർമ്മപ്പെടുത്താൻ മാത്രമേ നമ്മൾ ആ കാര്യം മുന്നോട്ട് ചെയ്യാൻ പോവുള്ളൂ അല്ലേ? വേറെ വിഷയമല്ലേ? കമോൺ ഗൈസ്, കട്ടക്ക് നിൽക്കണം അല്ലേ? അപ്പോൾ ഡയലോഗ് പറഞ്ഞില്ലോ. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ LIPG കട്ടക്ക് നിൽക്കണം. വാ BGM ഇട്. സത്യം പറഞ്ഞാൽ ഇന്ന് വ്ളോഗ് ചെയ്യാൻ ഒട്ടും മൂഡില്ലായിരുന്നു. അത് മെയിൻ കാരണം എൻ്റെ മൈൻഡ് സെറ്റ് അല്ല, ക്യാമറയുടെ പ്രശ്നമാണ്. ക്യാമറയിൽ ഇപ്പോൾ പഴയ പോലെ റെക്കോർഡ് ആവുള്ള വോയിസ് ഒന്നും. അതായത് ക്യാമറയിൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ആദ്യത്തെ ഒരു 10-15 ക്ലിപ്പ് നല്ലപോലെ റെക്കോർഡ് ആവുന്നുണ്ട്, നല്ല വോയിസ് ഒക്കെ. പിന്നെ വരുന്ന ക്ലിപ്സ് ഒന്നും റെക്കോർഡ് ആവണില്ല, വോയിസ് ഒന്നും കിട്ടണില്ല, വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വിഷയം കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ മൂഡില്ല. ഇപ്പോൾ എന്തായാലും ഇനി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ ചെക്ക് ചെയ്യണം, മൈക്കും ചെക്ക് ചെയ്യണം, മൈക്ക് അഡാപ്റ്ററും ചെക്ക് ചെയ്യണം. 3 സാധനം ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് കമ്പാരിസൺ ചെയ്യാൻ നമ്മൾ സാധനമില്ല, വേറെ ആരെയും ചോദിക്കണം പോയി. സാധാരണ ഗാഡ്ജറ്റ് പോലെയല്ല, GoPro ഇത് എല്ലാവരുടെ കയ്യിലും കാണൂല. ആണ് മെയിൻ വിഷയം. ഓർഡർ വെച്ചാൽ നോട്ട് മിനിറ്റ് വെയിറ്റ്. ഓക്കെ, നല്ലപടിയാ ഫസ്റ്റ് ഓർഡർ അടിച്ചാൽ. ഓക്കെ, ഓർഡർ വെച്ച റെസ്റ്റോറൻറ്റ് ഗണേഷ് ഭവൻ ആക്കും. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ ദൂരം വെള്ളത്തറ. പെട്രോൾ അടിക്കുക ഇങ്ങ പോലാം. 2 ബിസിയാണല്ലോ, അപ്പുറത്ത് പോകുമ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിക്കാം. ആളുടെ 1 ലിറ്റർ ഉണ്ട് അക്കൗണ്ടിൽ, പക്ഷേ അക്കൗണ്ടല്ല ടാങ്കിൽ. ഫോക്കസ് മിസ്സാവയാണ്. ദിശ 110 രൂപ. ഓക്കെ അപ്പോൾ എല്ലാം കൂടെ മൊത്തം 2 ലിറ്റർ പെട്രോൾ ഉണ്ട്. 2 ലിറ്റർ പെട്രോളിന് കറക്റ്റ് 100 കിലോമീറ്റർ വണ്ടി ഓടും. നമുക്ക് 50 കിലോമീറ്റർ ഓടിയാൽ മതി. 50 കിലോമീറ്റർ 400 കിട്ടിയ സൂപ്പറായിരുന്നു. പിന്നെ ഒരു കാര്യം, ഇൻസെൻറ്റീവ് ഇല്ല. ഇന്നത്തെ വൈകിട്ട് ഇറങ്ങിയപ്പോൾ ഇതുവഴി കയറി പോകാൻ പറ്റുമോ? നമുക്ക് ലെഫ്റ്റ് ഫ്രീ ആണ്, കുഴപ്പമില്ല. സിഗ്നൽ വേണമല്ലോ. വെയിറ്റ് ചെയ്ത് ദിശ എപ്പോഴാണ് കാണിക്കാതെ വണ്ടികൾ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. ബലീനോ നല്ല കാറില്ല, ഇതുപോലത്തെ ഒരു കാർ വാങ്ങിച്ചാൽ കൊള്ളായിരുന്നു. വാങ്ങണം വാശി. അങ്ങനെ വൈബടിച്ച് വാ, സൂപ്പറായിട്ടുണ്ട്. ഇപ്പം റെഡിയായി 1160. ഓക്കെ, പിക്ഡ് ഓർഡർ. നമുക്കറിയാം, നോക്കണ്ട ഒരുമാതിരി അങ്ങനെ നോക്കോളൂ. ജസ്റ്റിൽ ക്യാമറ കൊണ്ടിറങ്ങി നോക്കാതെ അല്ലേ. സോഷ്യൽ മീഡിയ. ബസ്സെല്ലാം കയറി വരാൻ തന്നെ. ഈ ബസ്സിൻ്റെ നീളവും വീതിയും കണ്ട, റോഡ് ഫുള്ള് മറച്ചുകൊണ്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കവടിയാണ്. ഇവിടെ കറക്റ്റ് 4.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഏറ്റവും ബോരി സെറ്റാണ്, വേറെ വിഷയമൊന്നുമില്ല. പയ്യെ എതിരെ വണ്ടി വരാൻ നോക്ക്, വളവാണ്. ഡേഞ്ചർ കണ്ടാ, കയറി കണ്ടാ. എന്നാ കയറിക്കോട്ടെ, വെയിറ്റ് ചെയ്യണ. സംഭവം നമ്മളെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല, അങ്ങനെ ഭാഗത്ത് മിസ്റ്റേക്ക് ഇല്ല. വളവിൽ അങ്ങനെ പറ്റുള്ളൂ. സ്ലോ ചെയ്ത് പോയാണ് ഡേഞ്ചർ ആയില്ല. കണ്ടാ, ഇല്ലെന്നുണ്ടെങ്കിൽ ഇടിച്ചാൽ ഉറപ്പാണ്. നമ്മൾ ഇതുപോലെ സ്പോട്ടിലേക്ക് മാക്സിമം സ്ലോ ചെയ്ത് പോയി കഴിഞ്ഞാൽ സേഫാണ്, ഒരു വിഷയമില്ല. ആരോ വിളിക്കും കോള്. അപ്പോൾ കസ്റ്റമറിൻ്റെ ഫോൺ വിളിച്ചത്. അപ്പോൾ എവിടെ എത്തിയും ചോദിച്ചു. ഞാൻ പറഞ്ഞു വഴുതേ കടത്തിന്ന് പറഞ്ഞു. ഇപ്പോൾ ലൊക്കേഷൻ അറിയാൻ ചോദിച്ചു എവിടെയാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മാപ്പ് നോക്കി വരെയാണ്, ലൊക്കേഷൻ കറക്റ്റാണെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അത്ര തന്നെ. സത്യം പറഞ്ഞ് കസ്റ്റമർ സൈഡിൽ നിന്ന് ഫോൺ വരുമ്പോൾ പേടിയാണ്. വേറൊന്നുമില്ല, എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞു പറയും ഞാൻ അവിടെയല്ല, വേറെ ലൊക്കേഷൻ വരണം, എനിക്ക് വരണ വഴിക്ക് അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് പറയും. നമുക്ക് മാക്സിമം നമുക്ക് എടുക്കേണ്ട ഓർഡർ കൊടുക്കുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇരിക്കുമ്പോൾ നമുക്ക് വേറെ അടുത്ത് പോകാൻ ഐഡിയ ഇല്ല. അതാണ് മെയിൻ വിഷയം. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ വിളിച്ച് വേറെ പറഞ്ഞില്ല, എവിടെ എത്തി മാത്രം ചോദിച്ചോളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. ചില കസ്റ്റമർ വിളിച്ച് വഴക്ക് പറയും, നേരത്തെ ഓർഡർ ചെയ്താണ് 1 മണിക്കൂർ മേലെ ആയല്ലോ, എവിടെ എത്തിയും ചോദിക്കും. നമുക്ക് ഓർഡർ ചെയ്ത സമയം ഇപ്പോഴാണ്, നേരത്തെ ഓർഡർ ചെയ്ത് കാണിച്ചില്ല, അപ്പോൾ ആരും ക്യാൻസൽ കാണും. അപ്പോൾ ആ ഓർഡർ നമുക്ക് വരുമ്പോൾ ലേറ്റായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ക്ലാരിറ്റി ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയമില്ല. അവിടെ മിടുക്കൻ മുയലച്ചൻ മടിയൻ മലയാമ്മ. ഓക്കെ, ലൊക്കേഷൻ എത്താറായി. ഈ സിഗ്നൽ കഴിഞ്ഞ് അപ്പത്തൊരു 300 മീറ്റർ പോയാൽ ലെഫ്റ്റ് സൈഡിലാണ് കസ്റ്റമറിൻ്റെ വീട് വരുന്നത്. വീടല്ല, അതൊരു ഫർണിച്ചർ ഷോപ്പാണ്. ഓക്കെ, ഇവിടുന്ന് ലെഫ്റ്റ് അല്ലേ, എവിടെ അത് കവടിയാർ മെഡിക്കൽസ് കഴിഞ്ഞിട്ട് യൂണിയൻ ബാങ്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ്. എവിടെയാണ് ഫർണിച്ചർ കട? കാണാനില്ലല്ലോ. ഇവിടെ A1 ഫർണിച്ചർ എവിടെയാണ്? അവിടെയാണോ? ഓക്കെ, ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെയാണ് പറഞ്ഞത്. ഞാൻ അവിടെയാണ് നോക്കിയത്, കണ്ടില്ല. ശരി, നടന്നു പോവാ. കസ്റ്റമർ വിളിക്കണം. ഹലോ, ഞാൻ എത്തിയത് ഇവിടെ കവടിയാർ മെഡിക്കൽ സ്റ്റോർ അവിടെ നിൽക്കുകയാണ്. കണ്ടു നിങ്ങളാണോ? അവിടെ ആയിരുന്നാ? ഓക്കെ.
ആ ഇവിടെയാണ് യാവൻ ഫർണിച്ചർ. മാപ്പ് അപ്പുറത്ത് കാണിച്ചിട്ട് അവിടെ പോയി, കുഴപ്പമില്ല. ഓക്കെ അഭിജിത്ത് അല്ലേ? ശരി ഓക്കെ. ആ പൈസ ഉണ്ടല്ലേ? പേയ്മെൻറ്റ് ഗൂഗിൾ പേ ആണോ? ശരി, ഞാൻ മാപ്പ് നോക്കി അപ്പുറത്ത് പോയി, അവിടെയാണ് ലൊക്കേഷൻ, കുഴപ്പമില്ല. ഇവിടെയാണല്ലേ? ഓക്കെ ശരി എന്നാൽ. ഓക്കെ നൈറ്റ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട്, ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 38 രൂപ 79 പൈസയാണ്. എന്തോന്നു ടീം ലീഡറിന് മാർക്ക് ചെയ്യാൻ? ടീം ലീഡറെ എപ്പോൾ വിളിച്ച് ഞാൻ എപ്പോൾ കണ്ട്, ചുമ്മാ എന്തിനും മാർക്ക് കൊടുക്കണം ആവശ്യമില്ലാതെ. പിന്നെ എന്റെ ഇതുവരെയുള്ള പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ SMS എനിക്ക് കൂടിയേ തീരൂ. വണ്ടി അവിടെ കാണാനില്ല, അവിടെ കിടക്കണം 1/2 കിലോമീറ്റർ അപ്പുറത്ത്. 1/2 കിലോമീറ്റർ അല്ല 100 മീറ്റർ കൂട്ടി പറയാൻ സുധീഷേനെ. ഈ കവടിയാർ ഭാഗത്ത് നമ്മൾ കൂട്ടുകാരൻ കട ഇട്ടിരിക്കുകയാണ് കേട്ടോ, സൂപ്പിൻ്റെ കട. സൂപ്പ് വേറെ എന്തൊക്കെ ഐറ്റം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കിയാലോ. എവിടെയാണ് പറഞ്ഞത് കട? ഇതല്ല സൂപ്പ് കട എവിടെ? നാച്ചുറൽ ഐസ്ക്രീമിൻ്റെ ഓപ്പോസിറ്റ് എന്നാണ് പറഞ്ഞത്. അയ്യോ കട അടച്ചിരിക്കണല്ലോ. ഇപ്പോൾ എവിടെ പോയി സീബ്? നല്ല പയ്യൻ വരാൻ പറഞ്ഞ് കാണാനില്ല. ഞാനത് പറഞ്ഞാണ് വാട്സാപ്പ് മെസ്സേജ് അയക്കാൻ. ശരി കുഴപ്പമില്ല, ഇന്ന് ലീവ് ആയിരിക്കും മിക്കവാറും കട. ഇതാണ് കട സൂപ്പിൻ്റെ, നല്ല അടിപൊളി സൂപ്പ് എന്നാണ് പറഞ്ഞത്. കുടിച്ച് നോക്കണമായിരുന്നു, കൊതി കൊണ്ടുവന്നാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ കൊതിപ്പിച്ച് കളഞ്ഞല്ലേ. ശരി ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാം? നേരെ പോയാൽ നമുക്ക് കുറവാണ് ജംഗ്ഷൻ, അവിടെ നിന്ന് നമുക്ക് ഓർഡർ അടിച്ച് പോകാം. അതെ വേറെ എവിടെയെങ്കിലും പോകണോ? ഓർഡർ അടിച്ചെന്നാ വണ്ടി എവിടെ ഒതുക്കാൻ. ഫോൺ പോക്കറ്റിൽ എടുക്കാൻ പറ്റുമോ നോട്ടെ? ഒരു മിനിറ്റ് ഈ സൈഡിൽ ഒതുക്കിയോട്ടെ. വെയിറ്റ്. സംസം YMR സൂപ്പർ ആക്സെപ്റ്റ് ഓർഡർ. സംസം ഇവിടെ ലെഫ്റ്റ് പോയാൽ മതിയല്ലോ. റീച്ച്ഡ് സംസം YMR റെഡിയായ നോക്ക്. എന്തോന്ന് കറങ്ങിക്കൊണ്ടിരിക്കണം, പെട്ടെന്നാവട്ടെ. 5 മിനിറ്റാണ് വെയിറ്റ് ചെയ്യാം. ഓക്കെ റെഡിയായി ഓർഡർ. പോയി എടുക്കാം. വണ്ടികൾ വന്നുകൊണ്ടിരിക്കേണ്ട. കയറി അത്രേ ഉള്ളൂ. നിൽക്കാൻ പാടില്ല, കയറിക്കോണം. കൺഫ്യൂസ് ആക്കി ഡേഞ്ചറാണ്. 2872 ബ്ലോക്ക് ബസ്റ്റർ. ഓക്കെ ശരി എന്നാൽ. ബ്ലോക്ക് ബസ്റ്റർ മന്തിയാണ്, അൽഫാം പിക്ഡ്. കുറച്ച് നേരം ബൈക്കിൽ ഇരുന്നപ്പോൾ കാല് കിടക്കേണ്ട ഒരുമാതിരി. അത് നമ്മൾ കാലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജോലി കൊടുക്കണം, അല്ലെങ്കിൽ കാല് തരിക്കും ചുമ്മാ ആവശ്യമില്ല അല്ലേ. പിന്നെ സുമേഷ് ഏജ് ആയിക്കൊണ്ടിരിക്കില്ലേ, 34 വയസ്സ് കഴിഞ്ഞല്ലേ. ഇപ്പോൾ ഈ നവംബർ ആകുമ്പോൾ 35 വയസ്സാവും. മാമനായല്ലേ? ഞാൻ മാമനൊന്നും ആയില്ല, ഞാൻ ഇപ്പോഴും പയ്യൻ തന്നെ. എൻ്റെ സ്വഭാവം നമുക്ക് കൊച്ചു പയ്യന്മാരെപ്പോഴാണ് സംസാരിക്കണം അല്ലേ. മെച്യൂരിറ്റി വേണം എന്നും പറഞ്ഞ് നമ്മൾ ഭയങ്കര മെച്യൂരിറ്റി എടുക്കാൻ പാടില്ല. ഭയങ്കര കുറച്ചൊക്കെ ഫണ്ണൊക്കെ വേണം ലൈഫിൽ, എങ്കിലും ആൾക്കാർ കൂടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമാതിരി അവോയ്ഡ് ചെയ്യും. ഭയങ്കര ഹെൽപ്പ് ആയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ പോന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഉള്ളൂരാണ്. ഇവിടെ കറക്റ്റ് 4.2 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്നതായിട്ട് അൽഫാം മന്തി. ഓക്കെ മണി ഇപ്പോൾ കറക്റ്റ് എത്രയായി? മണി പറയേണ്ട സുധീഷ്, മണി സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:30 മണി ആയിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ ഓർഡർ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാനുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാത്ത ആൾക്കാർക്ക് വേണ്ടി പറയാണ്. നിങ്ങൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയായിട്ട് പെറ്റി അടിച്ചു കഴിഞ്ഞാൽ പൈസ പഴയ പോലെയല്ല, ഇരട്ടിയാണ് ചാർജ് ഇടുന്നത്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും എടുത്തേക്കണം. നിങ്ങൾ എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരിക, ഞാൻ എടുത്ത് തരാം. മനസ്സിലായി? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഇൻഷുറൻസ് വർക്കൊക്കെ. എല്ലാ വണ്ടി ചെയ്യും, സ്കൂട്ടർ മുതൽ ലോറി വരെ, കമേഴ്ഷ്യൽ ആൻഡ് പ്രൈവറ്റ്. അതുകൊണ്ട് ഒരു വിഷയമില്ല. കറക്റ്റ് ഒരു അഫോർഡബിൾ റേറ്റിൽ നമ്മൾ ചെയ്തു തരാം സൂപ്പറായിട്ട്. ഓക്കെ അപ്പോൾ എൻ്റെ നമ്പർ ഇതാണ്. ഈ നമ്പർ വിളിച്ചാൽ മാത്രം മതി. വിളിക്കുക അല്ലെങ്കിൽ വാട്സാപ്പ് വെച്ചാലും മതി. എല്ലാ കാര്യം സൂപ്പർ സെറ്റ് തരാം. ഓക്കെ അപ്പോൾ കഴിഞ്ഞ് കുറച്ച് വ്ളോഗിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് കുറച്ച് വർക്ക് കിട്ടിയായിരുന്നു ഇൻഷുറൻസിൻ്റെ ഒക്കെ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, തൃപ്തിയായി അവർക്ക് സത്യം പറഞ്ഞു. അതാണ് വേണ്ടത്. അതായത് നമുക്ക് വർക്ക് കിട്ടാൻ രണ്ടാമത് വിഷയമാണ്. ഫസ്റ്റ് കസ്റ്റമേഴ്സിന് തൃപ്തിയാവണം, അത്ര തന്നെ. ഓക്കെ അപ്പോൾ സൊമാറ്റോയുടെ കൂടെ ഈ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് മാത്രമല്ല യൂട്യൂബ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് വർക്കല്ലേ അല്ലേ, കഷ്ടപ്പെട്ട് വ്ളോഗ് ചെയ്ത് എഡിറ്റ് ചെയ്യണ്ടേ, അതൊക്കെ ജോലിയാണ്. ചുമ്മാന്ന് വരാം വീഡിയോ. അപ്പോൾ എല്ലാ വർക്കും ചെയ്ത് പഠിക്കുക. ഇതാണ് ഈ പറയാനുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫാഷൻ ഫോളോ ചെയ്യുക, അതേ സമയത്ത് നമുക്ക് ബാക്കപ്പ് ആയിട്ട് 2-3 വർക്ക് അറിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അതായത് ഇൻഷുറൻസ് നമ്മൾ എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കസ്റ്റമർ അങ്ങനെ വെറുതെ വിടില്ല. അവർക്ക് എന്തെങ്കിലും ക്ലൈമിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ സൂപ്പർ സപ്പോർട്ട് നമ്മൾ ചെയ്യും. ഞാൻ മാത്രമല്ല, എൻ്റെ മാനേജറും ഞങ്ങൾ ടീം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മൾ എടുക്കാം. ഒന്നും കയറിപ്പോണ നടുക്ക് കയറി നിൽക്കുന്നു. അപ്പോൾ അടിച്ചാൽ ആക്കുളം റോഡ് PSC നഗർ എവിടെ എന്നാ പറഞ്ഞത്? ശരി വിളിച്ചു നോക്കാം. റീച്ച് ലൊക്കേഷൻ അതാ അങ്ങോട്ട് എപ്പോൾ വരാം. ഓക്കെ ബി ഫൗണ്ട് കസ്റ്റമർ. പയ്യേക്കർ വണ്ടി സ്പീഡിൽ പറഞ്ഞു ബാക്ക് ചെയ്യുന്നു. ഇവിടെ തന്നെ. ഓക്കെ അനന്തനല്ലേ? ശരിയാണ്. ഓക്കെ 2ാമത്തെ ഓർഡർ ഡെലിവേർഡ്. പോന്നാ. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ? ബാക്കിലോട്ട് പോയാൽ ലുലുമോട് പോകാം. അതിന് കുറേ അങ്ങ് പോകണ്ടേ, ഞങ്ങൾ നേരെ പോവാം. അടുത്ത ഓർഡർ വെച്ച് ചെറിയ ഓർഡർ ആയിക്കണ്. അൽബൈക്ക് ഫ്രൈഡ് ചിക്കനാ. അവിടെയാ കേശവസപുരം. വളരെ ചെറിയ ഓർഡറാണ് കേട്ടോ, 21 രൂപയുള്ളൂ. ഇന്നത്തെ കാലം 20 എന്ന് പറഞ്ഞത് ഒരു ചായ പടം കഴിക്കാൻ പറ്റില്ല. ആർച്ച് പോവാം. ശരി ഒന്നും പറഞ്ഞ് കാര്യമില്ല. നമ്മൾ വേണമെങ്കിൽ വർക്ക് ചെയ്യുക, കളഞ്ഞിട്ട് പോകും, അത്ര തന്നെ. നല്ല പോലെ ക്ലച്ച് പിടിച്ച് പോകുമ്പോൾ റൂട്ട് മാറ്റി പിടിക്കാം. അതുവരെ ഇതിൽ കിടന്ന് വർക്ക് ചെയ്യാം, വേറെ എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ റെഡി ആയിട്ടുണ്ട് ഓർഡർ. വയ്യ പോയി എടുക്കാൻ പറ്റുമോ? വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നു ഭയങ്കര സ്പീഡിൽ. ഈ ഏരിയ ഡേഞ്ചറാണ്. കുറച്ച് പതുക്കെ ചാടിക്കാറുണ്ടത്. നമ്മൾ മറ്റേ അവിടെ പോലെ പൂജപ്പുര ജംഗ്ഷനിൽ കയറുമ്പോൾ കയറാൻ പാടില്ല. സ്പീഡ് ലിമിറ്റ് ഉണ്ട്. എല്ലാം 30-40 പറഞ്ഞത്. പൂജപ്പുരയൊക്കെ ആകുമ്പോൾ 25-15 പറഞ്ഞത്. ഇതൊക്കെ ഇടിച്ച് കഴിഞ്ഞാൽ തെറിച്ചൊരു 10 അടി തെറിച്ച് പോയി. ഓ നില്ലെണ്ണാന്ന് കയറിപ്പോയിക്കോട്ടെ. വെയിറ്റ് അത്രേ ഉള്ളൂ. സ്ലോ ചെയ്തണ്ട. വണ്ടിയുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം ദൂരം നിന്ന് വരുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഓർഡർ ഇവിടെയാണോ? അടുത്ത ഓർഡർ ചെയ്യുക. ഒരു മിനിറ്റ്. ഗരം മസാല 3616 ഐറ്റം റുമാലി പ്ലേറ്റ് ചിക്കൻ ഷവർമ. ഇവിടെ ഷവർമയുടെ ഓർഡർ ആകുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും. പയ്യനെ ഫോൺ കാണിക്കും.
ഇവിടെ കാണിച്ചാൽ മതിയാ? റെഡി വന്ന് ഞാനിങ്ങനെ ഓർഡർ വന്നോണ്ട് ഒരു 100 ഓർഡർ വരുന്നുണ്ട്, അവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. വേറെ ആളില്ല, കിച്ചണിലാകെ ഒരാൾ. ഓർഡർ വരും, ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും, പിന്നെ മെമ്മറി നിൽക്കില്ല, ഫ്രീ ആക്കിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഓക്കെ റെഡി ആയല്ലോ? ഓക്കെ റെഡി ആയിട്ടുണ്ട്. ഓർഡർ പിക്ക്ഡ്. സംഭവം പറഞ്ഞ് വേറൊന്നുമില്ല, അതായത് ഓർഡർ റെഡി വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ എടുത്തിരാണ് ഉടനെ തന്നെ. നമുക്കറിയില്ല, നമ്മൾ ഓരോ റെസ്റ്റോറൻറ്റിലും ഓരോ റൂൾസും കാര്യങ്ങളൊക്കെ അല്ലേ, നമ്മൾ മെയിനായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. റെഡി വരുമ്പോൾ പോയി എടുക്കുക, അത്ര തന്നെ, അതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ എന്തായാലും ഓർമ്മ ചെയ്യണം, കേശവസപുരത്ത് അൽബേക്ക് റെസ്റ്റോറൻറ്റിൽ റെഡി വന്നിട്ട് പോകേണ്ട ആവശ്യമില്ല, അതിന് മുമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡർ കിട്ടിക്കോളും. ഓക്കെ, പോകുന്ന വേറെ വിഷയമൊന്നുമില്ലോ, വേറെ ഒരു വിഷയമില്ല. അപ്പോൾ കമോൺ ഗൈസ്, കട്ടക്ക് ഇരിക്കണം, വണ്ടി കയറ്. ഓക്കെ, പോന്നാ. കൂലി പവർ ഹൗസേ. ഇത് കഴിഞ്ഞ പോലെ പാടിയ പാടാണ്, വേറെ പാട്ട്. ഇത് പാട്ട് നല്ല മാസമായിരിക്കണം അല്ലേ? കേട്ട് മടുക്കുമ്പോൾ വേറെ പാട്ട് പാടിയാൽ പോരെ? അതങ്ങനെയാണല്ലേ, ഒരു പാട്ട് നമ്മൾ ഹിറ്റ് ആകുമ്പോൾ പാടിക്കൊണ്ടിരിക്കും ഒരു മാസത്തേക്ക്, പിന്നെ മടുക്കുമ്പോൾ അടുത്ത പാട്ട് അടിച്ചാൽ അത്രയാണ്. അപ്പോൾ അടുത്ത ഓർഡർ എടുക്കുന്ന ഗരം മസാലയാണ്, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ഡബിൾ ഓർഡറാണിത്. ചുമ്മണ്ടച്ചു. ഇത് എവിടെ കൊണ്ട് വണ്ടി വയ്ക്കാം? ഫുൾ ഹൗസ്ഫുള്ളാണ് പാർക്കിംഗ്. എൻ്റെ ഒരു അഴകിയടാ 2711 എഗ് പീസ് മസാല വെജ് കടായി. ഒരെണ്ണം ലോങ് ഓർഡറാണ്, ഒന്ന് അടുത്താണ്. ഫസ്റ്റ് എടുക്കുന്ന അടുത്തുള്ള ഓർഡർ. വണ്ടി എവിടെ? വണ്ടി എവിടെ നിന്ന് മറന്നു ചോദിച്ചേ, കഷ്ടങ്ങൾ തന്നെ. ഫസ്റ്റ് പോകേണ്ട സ്ഥലം അടുത്തിന്, ഇവിടെ നിന്ന് 1.2 കിലോമീറ്റർ അല്ല, 650 മീറ്റർ ഉള്ളൂ. അവിടെ നിന്നാണ് 1.2 കിലോമീറ്റർ. അവിടെ നിന്ന് നമ്മൾ ആദ്യം എടുത്തില്ല ഓർഡർ. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് കയറി പോകാനാണ് മാപ്പ് കാണിക്കുന്നത്. റൈറ്റ് ഇങ്ങോട്ട് വയനാട് ലൈൻ. ഇവിടെ റൂട്ടുണ്ടോ ചോദിച്ചേ? ചുമ്മാ കയറി പോവല്ലേ? റൂട്ടുണ്ടെന്ന് മാപ്പ് കാണിക്കണം, പോയി നോക്കും പറയാം. എന്നെ ഒരു അഴകിയടാ. തേഞ്ഞ് ചെറിയ മുടുക്കാണ്. അയ്യോ, ഇവിടെ വഴി ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വലിയ കാര്യത്തിൽ സൂക്ഷിച്ച് കയറി പോവുകയാണ്. ബാക്ക് ഉരുട്ടേണ്ടി വരും. റിവേഴ്സ് ഗിയർ പോലും ഇല്ല. ഒരിക്കൽ ഇവിടെ വന്ന് പണി കിട്ടിയ പോലെ ഒരു ഓർമ്മ. രണ്ടും കൽപ്പിച്ച് പോവാമോ? ഓഹോ, കടവുളേ കാപ്പാത്തുപ്പാ. വഴി ഉണ്ടോ എന്തോ, എന്തായാലും വളയ്ക്കാൻ സ്ഥലമുണ്ട്, കുഴപ്പമില്ല, വേറെ വിഷയമൊന്നുമില്ല. അത്രേ ഉള്ളൂ. ചീള് ഗ്യാസ് ഇതൊക്കെ. സ്ഥലമുണ്ട് കേട്ടാ. ഇവിടെ നിന്ന് എങ്ങോട്ട് പോവും? ഇവിടെ വഴിയുണ്ട് താഴോട്ട്? വണ്ടി പോവും താഴോട്ട്? ഇല്ലേ? എൻ്റെ അവിടെ? ആഹാ, എനിക്ക് റൂട്ട് ഇങ്ങോട്ട് കാണിച്ചു മാപ്പിലോട്ട്. അടുത്തിന് ഇപ്പുറത്തേനെ. വ്ളോഗറോ യൂട്യൂബറാണ്. KLTN സുധീഷ് തന്നെ. മോൻ കാണി നമ്മളാളാണ് താതിക്കണത്. യൂട്യൂബർ KLTN സുധീഷ്. ഉണ്ടാ? ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ പ്യാലയാ? KLTN അത്രേ ഉള്ളൂ, അത്ര തന്നെ. അത് ഞാൻ തന്നെ ഫസ്റ്റത്തെ അത് തന്നെ. നമ്മൾ തന്നെ ഇന്നത്തെ വ്ളോഗ് നിങ്ങളുണ്ട് 3 പേര്. നിങ്ങൾ വേറെ ഒന്നും ഇല്ല, ചുമ്മാ നിൽക്കുകയല്ലേ? അത് രാത്രി കാണാൻ പോലെ ഇട്ടത്ത്, കുഴപ്പമില്ല. പോട്ടെന്നാ, വഴി ഉണ്ടായിട്ട് കള്ളാൻ പറഞ്ഞല്ലേ? ഇതാണ്ടത് ടൊമാറ്റോ. അങ്ങനെയാ? ഓക്കെ, പോട്ടാ. താങ്ക് യു. പോട്ടാ. സംഭവം വഴി ഉണ്ട് കേട്ടോ, കള്ളപ്പയലുകൾ. വഴി കൊണ്ട് ഡേഞ്ചറാണ് കേട്ടോ, ഭയങ്കര. എൻ്റെ അമ്മ കുത്തിറക്കണം ഉദ്ദേശിച്ചേ. സത്യം പറഞ്ഞാൽ ഈ വഴി ഡേഞ്ചറാണ്. ഈ വഴി ആരും ഇങ്ങോട്ട് വരല്. ഞാൻ ചുമ്മാ കയറി നോക്കിയെന്നേ ഉള്ളൂ. ചെയിൻ സ്പ്രോക്കറ്റ് ഡാമേജ് കിടക്കുകയാണ്. കുഴപ്പമില്ല. ഓക്കെ സൂപ്പർ. അത്രേ ഉള്ളൂ സുധീഷേ. ഇതൊക്കെ ഒരു വിഷയങ്ങളാണ് അല്ലേ? ഓടിച്ചോ. അവിടെ നിന്ന് ബൈക്ക് വരണം. ഇതിങ്ങനെ ബൈക്ക് ഇതുവഴി പോണത്? എൻ്റെ ബൈക്ക് കഷ്ടമാണ് പോണത്. ഇതിന് വലിയ ബൈക്ക് കൊണ്ട് പോകണം ഹിമാലയം കൊണ്ട്. ഹിമാലയം കയറും അല്ലേ? ഓട്ടിക്കണമാർ എവിടെയാണ് ഓടിക്കും? സൂപ്പറായിട്ട്. അത്രേ ഉള്ളൂ. ഇതുവഴി സത്യം പറഞ്ഞാൽ കയറാൻ പാടില്ലായിരുന്നു, ചുറ്റി കറങ്ങി പോയാൽ മതിയായിരുന്നു അല്ലേ? ഇത് നോക്ക്, എത്ര മുടുക്ക് കണ്ട. എല്ലാം ചെറിയ മുടുക്കുകളായിരിക്കണം. ആദ്യം കാണിച്ച് 650 മീറ്റർ ആയിരുന്നു, ഇപ്പം മൊത്തം ഓടി വന്നപ്പോൾ 1.5 കിലോമീറ്റർ അടുപ്പിച്ചായി. അവിടെ പോണ്, ഇങ്ങോട്ട് വഴിയൊന്നുമില്ല, ബാക്കിലോട്ട് വാ. എന്തിനു ഇത് വഴി വന്നത്? എന്തിനു വേറൊരു സൂര്യോദയം? അതല്ലേ പാട്ട്. കറക്റ്റ്. ടെൻഷൻ വരുമ്പോൾ പാട്ടൊക്കെ മാറ്റിപ്പാടും. അതൊക്കെ എങ്ങനെയാണ്? ഓക്കെ, സൂപ്പർ. അത്ര തന്നെ. വഴി കറക്റ്റായിട്ടുണ്ട്. ഇവിടെ നിന്ന് കറക്റ്റ് 300 മീറ്റർ ദൂരം വെള്ളം. അത്രേ ഉള്ളതാ. 650 മീറ്ററിന് 1.5 കിലോമീറ്റർ കറങ്ങിയിരിക്കണം. എന്തിനു വേറൊരു സൂര്യോദയം? വേസ്റ്റ് ഓഫ് ദ ടൈം, വേസ്റ്റ് ഓഫ് ദ എനർജി, വേസ്റ്റ് ഓഫ് ദ ഫ്യൂൽ. പൈസ കിട്ടണം 20 രൂപയാണ്. 20 രൂപയ്ക്ക് വേണ്ടിയിട്ട് 5 കിലോമീറ്റർ കറങ്ങിയിരിക്കണം. ജയ്യേ. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. അവിടെ ഒരു പട്ടി നിൽക്കുന്നത്. അത് ഡേഞ്ചറാണ്, അല്ലേ അറിഞ്ഞൂടാ. നമ്മളെ ഫുഡ് ഇരിക്കുകയാണ്. അതൊരുമാതിരി തല താക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് പേടിച്ച് നിർത്താം. അത്രേ ഉള്ളൂ. പട്ടി എണ്ണ ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? നിങ്ങൾ അതുവഴി പോയിക്കോ, ഞാൻ ഈ വഴി പോകണം. എനിക്കും പേടി, നിങ്ങൾക്കും പേടി. മനസ്സിലായി പേടിയാണെന്നുള്ളത്. അവിടെ എന്താ പറഞ്ഞ കസ്റ്റമർ വീട് വന്നാച്ച്. റോഹൻ അല്ലേ? ഓക്കെ, ശരിയാണ്. ഈ പട്ടി നമ്മളെ ഫോളോ ചെയ്ത് ബാക്ക് ചെയ്ത് പറഞ്ഞ ആവശ്യമില്ലാതെ. എന്നാൽ ഞാൻ പാവമാണ്, എന്നെ വിരട്ടി വിട്ടാൽ മതി. ചുമ്മാ ഓട്ടിക്കില്ല ആവശ്യമില്ലാതെ. ഒരു അരിയിൽ പോയിട്ടോ, അറിയാതെ പെട്ടുപോയി അരിക്കകത്ത്. അത് ഒരു നാടൻ പട്ടി തന്നെ, ഒരു വീട്ടിൽ വളർത്തുന്ന പട്ടിയായിരുന്നു. അത് വീട്ടിനകത്തിട്ട് വളർത്തുന്നില്ല, പുറത്തിട്ട് വളർത്തുകയാണ്. അപ്പോൾ പുറത്തിട്ട് വളർത്തുമ്പോൾ ആ ഗാറ്റിൻ്റെ ലൊക്കാലിറ്റി എല്ലാം അത് പട്ടി അരിയാണ്.
ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പട്ടി നമ്മൾ കടിക്കാൻ വരെയാണ്, കടിക്കാനോ കുറയ്ക്കാൻ വരെയാണ്. പിന്നെ കയ്യിൽ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു, അതിട്ട് വീശി MGR വാൾ ഫൈറ്റ് ചെയ്യുമ്പോൾ വീശിയപ്പോൾ ഓടിക്കളഞ്ഞു. ഓക്കെ, അടുത്ത പോകേണ്ട ലൊക്കേഷൻ മാപ്പ് നോട്ടെ. ഓക്കെ, നമ്മൾ അടുത്ത പോകേണ്ട ലൊക്കേഷൻ ഏണിക്കര കല്ലായി. ഇവിടുന്ന് കറക്റ്റ് 8 കിലോമീറ്റർ മേലെ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 8:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി 1.5 മണിക്കൂർ സമയമുണ്ട്. മതി. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണാം. അതായത് ഇന്ന് കഷ്ടപ്പെടുക, ഒരു 45-50 വയസ്സാകുമ്പോൾ ജോലിയൊക്കെ ഒതുക്കിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഭാര്യയും കുടുംബമായിട്ട് അടിച്ച് പൊളിച്ച് ഒന്ന് കറങ്ങി നടക്കുന്ന ആഗ്രഹം കാണും. പക്ഷേ ആ സമയത്ത് നമ്മൾ പൈസ കാണില്ല. അതാണ് മെയിൻ വിഷയം. നമ്മൾ എത്രയൊക്കെ സേവ് വെച്ചാലും ചിലവുകൾ വന്നുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അതായത് സേവ് ചെയ്യുന്ന പൈസ നല്ലപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഫണ്ട് കൈ കിട്ടും. അപ്പോൾ അതിൻ്റെ പേരാണ് സിസ്റ്റമാറ്റിക് പെൻഷൻ പ്ലാൻ. അതായത് നമുക്ക് കിട്ടേണ്ട പെൻഷൻ്റെ എമൗണ്ട് നമ്മൾ ഇന്നേ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് പെൻഷൻ പ്ലാൻ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ നല്ല എമൗണ്ട് കൈ വരും. നമ്മൾ മുടക്കുന്നതിൻ്റെ ഒരു 6-7 ഇരട്ടി എമൗണ്ട് കൈ വരികയും ചെയ്യും. അതായത് എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് 15 ലക്ഷമാണ്. ആ 15 ലക്ഷം രൂപയിൽ 60% വിഡ്രോ ചെയ്യാൻ പറ്റും. ബാക്കി 40% നമുക്ക് ലൈഫ് ലോങ് ഫുള്ളായിട്ട് പെൻഷൻ കൈ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ആരെയും പൈസയ്ക്ക് വേണ്ടി ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫ് നമുക്ക് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സ്കീം എന്ന് പറയുന്നത് HDFC ലൈഫിലാണ് ഉള്ളത്, സിസ്റ്റമാറ്റിക് പെൻഷൻ പ്ലാൻ. നിങ്ങൾക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് എൻ്റെ ഫോൺ നമ്പർ. ഇപ്പോൾ പെൻഷൻ സ്കീം മാത്രമല്ല, ടേം ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ യൂലിപ്പ് പോലത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. ഷോർട്ട് ടൈം പീരീഡിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നല്ല വലിയ ലാഭം എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതിൻ്റെ വാട്സാപ്പ് നമ്പറുമാണ്, വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് അയക്കാം. നമ്മളതിന് പേരൊക്കെ എത്തി ഭയങ്കര ബ്ലോക്ക് കിട്ടാം. അപ്പോൾ അതൊക്കെയാണ് പോകുന്നത്. മര്യാദയ്ക്ക് ആ വഴി പോയാൽ മതിയായിരുന്നു. ഫസ്റ്റ് ഒരു മാപ്പ് ലൊക്കേഷൻ കാണിച്ച് മറ്റേ ഇത് വഴി മുട്ടട വഴി. നിങ്ങൾ ആര് വ്ളോഗ് ലൈവ് എവിടെ പോയത്? ഇവിടെ കംപ്ലീറ്റ് പൊടിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അമ്മോ, ഇവിടെ സംഭവം പറയുമ്പോൾ റോഡ് വലുതാക്കിയല്ലേ, അപ്പം റോഡൊക്കെ പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പുറത്തൊക്കെ വണ്ടികളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ മണ്ണ കടിച്ച് തെറിപ്പിക്കുകയാണ്. അപ്പോൾ അത് കാരണം കണ്ണിലൊക്കെ ഒന്ന് വീണ് ഗ്ലാസ് അടച്ചിരിക്കുകയാണ്. കുഴപ്പമില്ല. എന്നാലും ഇതെങ്ങോട്ട് പോയി നമ്മളിപ്പം സുധീഷ വഴി മാറി അല്ലല്ലോ, ഒരു മിനിറ്റ് വഴി വേറെ കാണിക്കണം ഇങ്ങോട്ടോ. ഷേ, സുധീഷ ബാക്കിലാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. വണ്ടി തിരി കൂട്ടാണ്ട്. ഇതാണ് കുഴപ്പം അല്ലേ. നമ്മൾ മാപ്പ് എപ്പോഴും നോക്കാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് നോക്കാൻ പറ്റുള്ളൂ. കാരണം ഫോൺ നമുക്ക് ഇതിൽ എപ്പോഴും വയ്ക്കാൻ പറ്റില്ല. ഹോട്ടലിൽ ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. അവിടെ റൈറ്റിലാണ് പോകേണ്ടത് അല്ലേ? ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല. കമോൺ ക്വിക്ക്. അമ്മോ, എന്തൊരു പൊടിയും കട്ടറും, രക്ഷയില്ല. ഈ റൈറ്റാണ് കയറേണ്ടത്. ഇവിടെ നിന്ന് കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതാണ് റൂട്ട്. ഇതിവിടെ കയറാതെ നേരെ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇന്ന് അതേ മാപ്പ് നല്ല പണി തരുന്ന ആളാണ്. ഇതിൽ ഞാൻ വേറെ കറങ്ങി പോയി കഴിഞ്ഞാൽ ചോദിക്കും. റോഡ് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നല്ല കുത്ത് കയറ്റമാണ്. ആ വിഷയം മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ ഏരിയയിൽ ഓർഡർ അടിച്ചാലേ രസമുള്ളൂ പോകാൻ അല്ലേ. ചുമ്മാ ഒരേ ആര് കാണിച്ച് ബോറടിച്ചു. ഇതുണ്ടാ ഒരു പഞ്ചായത്ത് ഏരിയയാണ് ഇങ്ങോട്ടൊക്കെ. നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട്. ട്രാഫിക് അധികം ഇല്ല. റോഡ് സൂപ്പറായിരുന്നു. ഇതിനപ്പുറം വേറെ എന്ത് വേണം? ലോങ് ട്രിപ്പ് പോകാൻ കൊതിയാവണം ഇത് കണ്ടപ്പോൾ. എന്ത് ചെയ്യാൻ, നമ്മളെ സാഹചര്യം ആയിപ്പോയി. ഫുൾ ടൈറ്റ്, ഒരു രക്ഷയില്ല. ചെറിയ ട്രിപ്പെങ്കിലാണ് പോകണം കേട്ടോ. നോക്കട്ടെ, ഒരു ഐഡിയ ഉണ്ട് മനസ്സിനകത്ത്. ഓക്കെ, ലൊക്കേഷൻ വന്നാച്ച് ഈ വളവിലാണ് വീട് വരുന്നത്. ഈ വീട് തന്നെ മഞ്ഞ കളർ പെയിൻ്റ് അടിച്ചത് ഇവിടെ അല്ലേ? ശരി, ഓക്കെ, പോകാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 116 രൂപ 38 പൈസയാണ് 2 ഓർഡർ കൊടുത്തപ്പോൾ. ഓക്കെ, അപ്പോൾ പോകാം. മണി ഇപ്പോൾ കറക്റ്റ് 8:45 ആയിട്ടുണ്ട്. പിന്നെ ബാക്കി 1.25 മണിക്കൂർ സമയമുണ്ട്. കുഴപ്പമില്ല, സമയം ഇഷ്ടം പോലെ ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യാറായി ഗോപ്രോയുടെ, അതാണ് വിഷയം. ഇപ്പോൾ നമ്മൾ നേരെ അടുത്ത് പോകുന്നത് പേരക്കട ജംഗ്ഷനിലാണ്. അവിടെ പോയി അടുത്ത ഓർഡർ ചെങ്കോട്ടയിൽ പോകാം. കമോൺ ഗൈസ്, കട്ടൊക്കെ നിൽക്കണം. വാ അത്രേ ഉള്ളൂ അല്ലേ? റോഡൊക്കെ സൂപ്പർ കേട്ടോ, ഒരു രക്ഷയില്ല. ഇതുപോലത്തെ റോഡിലൊക്കെ എത്ര വേണേലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം മടുക്കാതെ. ഒരു ലോങ് പോയാലോ കേരളം മൊത്തത്തിൽ അല്ലേ? കേരള റോഡ് ഫുൾ കവർ ചെയ്യണം വെസ്റ്റേൺ കട്ട്സ് ആയിട്ട്. നടക്കണില്ലല്ലോ അതൊക്കെ ലാശ്യം പറഞ്ഞത്. പറഞ്ഞ പൈസ കംപ്ലീറ്റ് ചിലവിലേ പോകണം. ഒന്നും മാറ്റി വയ്ക്കാൻ പറ്റില്ല, അതാണ് മെയിൻ വിഷയം. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഓൾഡ് സ്കൂൾ കഫേ ഡിന്നർ, കവടിയാറ്. റെസ്റ്റോറൻറ്റിൻ്റെ വീടാണ്. നിഖിൽ വർഗീസ്, വെൽഗേറ്റ് ഗാർഡൻ. മാപ്പ് എടുക്കാൻ പോകുന്നു. വെൽഗേറ്റ് ഗാർഡൻസ് ഇവിടെയാണ് മാപ്പ് കാണിക്കുന്നത്. ആ ഫ്ലാറ്റ്, ഇതാ കാണുന്ന ഫ്ലാറ്റ്. വഴി അപ്പുറത്ത് കറങ്ങി വരണം. അപ്പം മറ്റേ അവിടെ പോയി ജംഗ്ഷനിൽ പോകണം. കുറവാണ് ജംഗ്ഷനിൽ പോയിട്ട് യൂട്ടേൺ എടുക്കണം ലെഫ്റ്റിലോട്ട്. ഓക്കെ, റെഡിയായി. പോയി എടുക്കാം. 3149. ഇത് റെഡി വന്നേ. 3149. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഓർഡർ ഐറ്റം വന്നിട്ട് പിന്നെ അൽഫ്രെഡോ ചിക്കൻ, എന്തോ ഒരു സാധനം ചിക്കൻ, അത്ര തന്നെ, വേറെ ഒന്നും പറയാൻ പോണ്ട. ഭയങ്കര കട്ടിയുള്ള വാക്കുകളാണ്, അതൊക്കെ വായിക്കാത്ത വരെയില്ല. നമ്മൾ പറഞ്ഞ ലാസ്റ്റ് പള്ളുള്ളിയായിപ്പോൾ. ഓക്കെ, മണി ഇപ്പോൾ കറക്റ്റ് 9:15 പറയും. നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കാലടിയാണ്, മണക്കാട് കാലടി. ഇവിടുന്ന് കറക്റ്റ് 8.8 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഓർഡർ. ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കില്ല. ഇവിടുന്ന് പോണ സമയം പോലെ എങ്ങനെയാണെന്നുള്ളത്. റൈറ്റാണ് കേട്ടോ സുധീഷേ. നേരെ പോയി ലോങ് ആണ്, ഒരുപാട് കറങ്ങി പോകണം. ഇതാണ് കുഴപ്പം. വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ റൂട്ട് മറന്നു പോയാണ് ഇങ്ങോട്ട് പോകണം എന്നുള്ളത്. ശരി, കുഴപ്പമില്ല. ഇതുവഴി പോയാൽ സിഗ്നൽ ഇല്ല, നേരെ അങ്ങ് കയറി എത്താം മെയിൻ റോഡ്. ഇവിടുന്ന് ലെഫ്റ്റാണ് കാലടി സൗത്ത്. ഓക്കെ, ഇതാണ് കാലടി സൗത്ത് പാലം. ഈ പാലം കിടന്ന് അപ്പുറത്ത് പോയാൽ കസ്റ്റമർ ലൊക്കേഷൻ. ഈ പാലം സേഫ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, പയ്യ കയറിപ്പോ. ഓക്കെ, ലൊക്കേഷൻ വന്നാച്ച്. സൂപ്പർ ആയിരില്ലേ, നല്ല ലൈറ്റും വെളിച്ചമൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേക ഒരു വൈബ്, ഒരു പൊങ്കാല വൈബ് പോലെയായിരുന്നു. ഇവിടെ ഏതോ ഒരു വീടാണ് വരുന്നത്, ഒന്നല്ലെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. അപ്പോൾ ആ വീട് തന്നെ അല്ലേ? ഞാൻ അവിടെ നിൽക്കുകയായിരുന്നു ആദ്യം. കസ്റ്റമർ വിളിച്ച് ഫോൺ എടുത്തില്ല, കട്ട് ചെയ്ത്. ഇപ്പോൾ തിരിച്ച് വിളിച്ചപ്പോൾ എടുത്ത്, കുഴപ്പമില്ല. ഇവിടെ അല്ലേ?
ഓക്കെ നിബിൻ അല്ലേ? ശരിയാണ്. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 100 രൂപ 42 പൈസയാണ്. കൊള്ളാം, 100 അടിച്ചല്ലോ, സൂപ്പർ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, നേരെ വീട്ടിൽ പോകണം. മണി 9:30 മണിയായി, അരമണിക്കൂർ സമയമുണ്ട് അല്ലേ? ഇനി വർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടുന്ന് മണക്കാട് പോയി 10 മിനിറ്റ് ആവും. ഓടാം കുഴപ്പമൊന്നുമില്ല. വാ സുധീഷേ, കമോൺ, കട്ടാക്കുന്നില്ലേ? വാ അടുത്ത ഓർഡർ അടിച്ച്, അതും വലിയ ഓർഡർ, 9 കിലോമീറ്റർ. കിട്ടുന്ന പേയ്മെൻറ്റ് 76 രൂപ പ്ലസ് റിട്ടേൺ ചാർജ് ചേർത്തൊരു 100 രൂപ, 100 രൂപ 90 തൊട്ടുമായിരിക്കും. അക്സെപ്റ്റ് ഓർഡർ. KFC മണക്കാട്. സംഭവം കൊള്ളാമല്ലോ, ഇന്ന് അടിക്കുന്ന ഓർഡറൊക്കെ അടിപൊളിയായിരിക്കും. അഗെയിൻ KFC റെസ്റ്റോറൻറ്റ്. കാത്തു നിന്നാലും ഫുഡ് കിട്ടില്ല. ഇവിടെ കുഴപ്പമില്ല, അടിയേക്കണം. മണക്കാടൊക്കെ വിഷയമില്ല. വിഷയം കവടി ഇറങ്ങണം. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നേരം വിളിക്കും. അമ്മോ. പുഷ് 0843. സുഖമാണോ? ഇതന്നെ. ഓക്കെ പോടാ. ശരി എന്നാൽ. ഇത് നമ്മളെ കൂട്ടുകാരനാണ്, പുള്ളിയുടെ പേര് മറന്നുപോയല്ലോ. നമ്മളെ വീഡിയോ ശരിയായിട്ട് കാണുമെന്ന് പറഞ്ഞത്. ശരി, ഓക്കെ. പിക്കഡ് ഓർഡർ വെനസ്ഡേ വാല്യൂ ചിക്കൻ ബക്കറ്റാണ് ഓഫർ. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കോവളമാണ്. ഇവിടുന്ന് കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. ലാസ്റ്റ് ഓർഡർ കോവളം അടിച്ചെന്ന്. കുഴപ്പമില്ല, നല്ല ഓർഡർ ആണ്. പക്ഷേ ലോങ് ആയിപ്പോയിട്ടോ. തിരിച്ച് കാലടിച്ച് പറഞ്ഞല്ലോ, അതല്ല വിഷയം. കോവളത്തിന് വീട്ടിൽ പോകാൻ 15 കിലോമീറ്റർ ദൂരമുണ്ട്. 15 കിലോമീറ്റർ വേസ്റ്റാണ് നമുക്ക്. ശരി, പോയിട്ട് വല്ലപ്പോഴും കോവളം പോകണതല്ലേ? കോവളം പോയി കടൽ കണ്ടു വരാം. കടൽ കാണാൻ പറ്റുന്ന യാത്ര ചെയ്യുന്നു. അതുമല്ലാതെ നമ്മൾ പോകുന്ന ലൊക്കേഷൻ കോവളം ബീച്ചല്ല. കോവളം ബീച്ചിന് അടുത്തുള്ള വേറൊരു ഏരിയയിലാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ വന്ന വഴി ഹൈവേ വഴിയല്ല, പാച്ചല്ലൂർ വഴിയാണ് വന്നത്. ഹൈവേയിൽ എന്തോ പണി നടക്കുന്നതാണ് കാണിച്ചത് മാപ്പിൽ. അതുകൊണ്ട് നമ്മളതൊരു കയറിയില്ല. ഇതെന്തോ ഈ വെണ്ണ ഇങ്ങോട്ടാണ് പോണത്. നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. ഓക്കെ, മാപ്പ് നോക്ക്. ഇനി അങ്ങോട്ട് മാപ്പ് നോക്കി പോയാൽ മതി. ഇവിടെ നിന്ന് നമുക്ക് സർവീസ് റോഡ് കയറണോ അതോ ഹൈവേ കയറാൻ നോക്ക്. എവിടെയാണ് പണി നടക്കുന്നത്? പണി നടക്കാനുള്ളത് തന്നെ നോക്കട്ട് ആയിരിക്കാം. മാപ്പിൽ കാണിച്ച് നമ്മളതൊരു കയറിയില്ല അത്ര തന്നെ. അപ്പോൾ എന്താ കാപ്പി എന്ന് പറഞ്ഞത് ദോശ, ചമ്മന്തി, പിന്നെ പുളിസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടെ വച്ച് സൂപ്പർ കഴിക്കാം. ബുൾസൈഡ് നല്ല ചൂട്, രക്ഷയില്ല, കൈ വയ്ക്കാൻ പറ്റില്ല. ഇത് ഡബിൾ സൈഡ് ബുൾസൈഡാണ്. ബുൾസൈഡ് ഇങ്ങനെ മറിച്ചിടും. സാറും ബുൾസൈഡ് എന്ന് പറയുമ്പോൾ മറിക്കാൻ പാടില്ല, ഞാൻ മറിച്ചിടും. അത് പ്രത്യേക ടേസ്റ്റാണ് ദോശ. അപ്പോൾ അത്ര തന്നെ ഇന്നത്തെ ഓട്ടം കഴിഞ്ഞു. മൊത്തം എല്ലാം കൂടെ 400 കിട്ടിയായിരുന്നു. 400 രൂപ. ഇൻസെൻറ്റീവ് ഇല്ല. അതെന്തോന്നുണ്ട്, ഇൻസെൻറ്റീവ് ഓഫർ ഒന്നുമില്ല. നാളെ ഉണ്ട്. നാളെ വൈകിട്ട് കൊണ്ട് ഉച്ചയ്ക്ക് കൊണ്ട് ഫുൾ ഇൻസെൻറ്റീവ് ഉണ്ട്. എല്ലാം ഉണ്ട്. ഇന്നത്തെ ഓട്ടത്തിൽ ഫുൾ ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് വൈകിട്ടൊന്നുമില്ല. എല്ലാം കൂടെ മൊത്തം ഒരു 60-70 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മൊത്തം കെട്ടി പേയ്മെൻറ്റ് 400 രൂപയാണ്. ഇൻസെൻറ്റീവ് എടുത്ത് 500 ആവുമായിരുന്നു. ഓക്കെ, കാപ്പുഴിയിലെ കഴിഞ്ഞ് സൂപ്പർ. അത് വയറിറച്ച് കഴിച്ചില്ല. അവിടെ 5 ദോശ കഴിച്ച്, 5 ദോശ ഒരു ഓംപ്ലേറ്റ്. ഓംപ്ലേറ്റിലെ ബുൾസ് അല്ലേ? പണ്ടൊക്കെ ഒരു 7 ദോശ കഴിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച്. കാരണം കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ വയറ് ചാടും. അതേ സമയത്ത് ഫിറ്റ്നസ് വേണ്ടേ? ഓക്കെ, അത്ര തന്നെ. അപ്പോൾ എന്ത് ചെയ്യാം, അതിനെപ്പറ്റി കുറച്ച് കാര്യമുണ്ട്. കുറച്ച് പേര് ഹായ് പറയാനുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ്. ഇപ്രാവശ്യം വലിയ ലിസ്റ്റാണ്. അതാണ് ഞാൻ ഫോൺ നോക്കി പറയണത്, ഇല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ ഇപ്രാവശ്യം ഹായ് പറയാനുള്ളത് അർജുൻ ഹായ്, ഗ്ലാഡ്ബി, രഞ്ജിത്ത്, രുദ്രാക്ഷ്, തൂക്കിയടി ഷാറുഖ്. അതാണ് തൂക്കിയടി. ഇങ്ങനെയൊക്കെ പേരുണ്ടാ? പുള്ളിക്കാരൻ വലിയ ഗുണ്ടായിരിക്കും, അതാണ് തൂക്കിയടി ഷാറുഖ്. പിന്നെ വെങ്കടേഷ്, ഷിഹാബ്, വിഷ്ണു, റോക്കി, അഡോണിസ്, കിച്ചു, അജയ്, മണികണ്ഠൻ, നൈലോക്, അഭിജിത്ത്, ജയേഷ്, അരുൺ, വിനീത്, ഋഷി, അഭിഷേക്, പിന്നെ റഫൂസ RUFUS റഫൂസാണെന്ന് തോന്നുന്നു. ശരി, എന്തെങ്കിലും ആവട്ടെ. പിന്നെ അതുൽ കൃഷ്ണൻ, തെയ്യം സ്റ്റോറീസ്. അതാരെന്നുള്ള പേരില്ല, തെയ്യം സ്റ്റോറീസ് എന്നല്ലോ ചാനലിന്റെ പേരായിരിക്കും. ഓക്കെ. പിന്നെ യദുകൃഷ്ണൻ, പിന്നെ കോക്കാച്ചി, പിന്നെ മുഹമ്മദ് ഇഷാം. ഓക്കെ, അപ്പൊ ഇത്രയും പേർക്ക് ഒരു വലിയ ഹായ് പറഞ്ഞേക്കാം. ഹായ് എല്ലാവർക്കും ഹായ്. ഓക്കെ, സത്യം പറഞ്ഞ വാച്ച് പറഞ്ഞോണ്ട് കറക്റ്റായി പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ എല്ലാം മറക്കും. ഓക്കെ, അപ്പൊ വേറെ ഒന്നും പറയാനില്ല, ഇന്ത്യ പോവുകയാണ്. അപ്പൊ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ചു പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പൊ LAPG കട്ടൊക്കെ നിൽക്കണം.